വർഷാന്ന് എൻ്റെ വായിൽ വരുന്നത്. അയ്യോ, ആ ക്യാരക്ടർ ഹലോ കുട്ടിച്ചാത്തങ്ങളെ പേര് പോകുന്നില്ല. ഫോട്ടോ ഒക്കെ ഇല്ല, ഞാൻ പറഞ്ഞ കണ്ണൂരിട്ട് പക്ഷെ ഷെയ്ൻ അങ്ങനെയല്ല. ഷെയ്ൻ ഭയങ്കര സ്വീറ്റ് ആണ്. ഷെയ്ൻ എന്നെ കണ്ടപ്പോഴും ഷെയ്ൻ ആദ്യം ചോദിച്ചു അമ്മൂമ്മയ്ക്ക് സുഖമാണോന്ന്. കാരണം അവിടെ സെറ്റിൽ വന്നതും നോക്കുന്നതൊക്കെ എൻ്റെ അമ്മൂമ്മയായിരുന്നു. സൂപ്പർ ഡാൻസറിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധ കരഞ്ഞപ്പോൾ ഞങ്ങളും കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഡാൻസിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടായിരുന്നോ? യെസ്, അതായത് ഫാമിലിയിലൂടെ ഞാൻ സിനിമ കാണാൻ പോയപ്പോ ഞാൻ കയറി വന്നപ്പോ എനിക്കാണെങ്കിൽ നാളെ കൈയടിക്കുക. വേറെ ഒരു മൂഡിലാണ് സിനിമ പോകുന്നത്. എന്റെ എൻട്രി കാണുമ്പോ ഞാൻ നടന്നു വന്നു ഗെയിം ഒരു റാപ്പിഡ് ഫയർ ഏതെങ്കിലും ടൈം പീരീഡ് ഒന്നും കൂടെ റീലീവ് ചെയ്യാൻ പറ്റും. കുട്ടിച്ചാത്തൻ സൂപ്പർ ഡാൻസർ എനിക്ക് ലിവ് ചെയ്യണമെന്നില്ല. വീണ്ടും അത്ര ട്രോമ. കംഫർട്ട് ഫുഡ് തൈര് സാധം. കുക്ക് ചെയ്യോ? ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ചിരിച്ച് മുഖത്തോടിരിക്കുന്നതിൻ്റെ കാരണം ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റും ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഇങ്ങനെ ചിരിച്ച് പോയിട്ടിരിക്കുന്ന ഒരു സുന്ദരിക്കുട്ടിയാണ്. നമ്മുടെ ഹലോ കുട്ടിച്ചാത്തനിലൊക്കെ തന്നെ നമ്മൾ ആ ഒരു സീരിയലിലൂടെ തന്നെ നമ്മുടെ മനസ്സിൽ കയറി ഇപ്പം ദൃശ്യം ഇറങ്ങിയപ്പോൾ നമ്മൾ ഞെട്ടിച്ചു. അത്ര അടിപൊളി ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത നമ്മുടെ സ്വന്തം ശ്രദ്ധ ഗോകുലാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷം, വെരി ഹാപ്പി. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ റോഡിലൊക്കെ വെച്ച് കാണുമ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് തരുമല്ലോ. അതിൽ കാണുന്നതിൽ തന്നെ ഭയങ്കര പ്ലീസിങ് ആയിട്ട് ഇങ്ങനെ ചിരിച്ചായിരിക്കുന്ന ഒരു ഹാപ്പി കിഡാണോ? അല്ല, ഹാപ്പി കിഡല്ല. ഞാൻ ഹാപ്പിനെസ് ഇഷ്ടമാണ്. എനിക്ക് ഹാപ്പിനെസ് എപ്പോഴും വേണം, പീസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഇമോഷണൽ ബീങ് ആണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സാഡ് ആകും. ഓക്കെ, അത് പറയൂല കേട്ടോ. കണ്ടല്ലേ, എന്തൊരു ശാന്ത സ്വഭാവം, ഒരു സോഫ്റ്റ് ഗേൾ ലുക്കാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനോട് ചോദിക്കണം. ശരി, അവരും കൂടെ ഇവിടെ ഇരുത്തണ്ടായിരുന്നു അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരുന്നു. അമ്മ അച്ഛനെ നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്നു അപ്പുറത്തേക്ക്. ഓക്കെ, നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ദൃശ്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധയെ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം. കാര്യം നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. നമ്മളിങ്ങനെ പിന്നെ കണ്ടിന്യൂസ്ലി കാണുന്നൊന്നും ഇല്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് ഇത് ശ്രദ്ധയില്ലേ എന്നുള്ളൊരു സന്തോഷം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എങ്ങനെയാണ് നമ്മുടെ ദൃശ്യത്തിലേക്ക് വന്നത് വെക്കാം? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ദൃശ്യത്തിലേക്ക് ഞാൻ വന്നത് ശരിക്കും ഇതിന് മുന്നേ ജിത്തു സാറിന്റെ ഒരു മൂവി ചെയ്തിരുന്നു, വലതുവശത്തെ കള്ളനിലേക്ക് വരുന്നത് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ്. അത് എൻ്റെ സാറിൻ്റെ AD ആയ അലൻ ഇങ്ങനെ ഓഡിഷൻ ഉണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ സെലക്ട് ആയി വലതുവശത്തെ കള്ളനിൽ കയറുന്നു. ഓഡീഷൻ അറ്റൻഡ് ചെയ്താണ്? യെസ്. വലതുവശത്തെ കള്ളൻ സാറിന് എന്നെ അവിടെ അറിയാൻ ഞാൻ തന്നെ ആലോചിക്കും. കാരണം ഇത്രയും ഗ്യാപ്പ് വന്ന ആൾക്കാർ എന്നെ ഓർക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് വലതുവശത്തെ കള്ളൻ. അതിനുശേഷം അത് കണ്ടിട്ടാണ് ദൃശ്യം 3ലേക്ക് വരുന്നത്. ദൃശ്യം പോലെ ഒരു ഫ്രാഞ്ചൈസിന്റെ ഫസ്റ്റ് ഒരു കോൾ വന്നപ്പം എന്തായിരുന്നു? കാര്യം ഇപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തേർഡിൽ നമ്മൾ വരുന്നപ്പം നമ്മൾ വിചാരിക്കുന്നില്ല. ആ ഒരു ടൈമിൽ അങ്ങനത്തെ കോൾ വന്നപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാന്ന്. അതെ, എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം വിശ്വസിക്കില്ല, എന്നെ പോലെ ഒരാൾ ഒരിക്കലും വിശ്വസിക്കില്ല ദൃശ്യത്തിലേക്ക് എന്നെ വിളിക്കും തോന്നും. അപ്പോൾ വലതുവശത്തെ കള്ളൻ ഞാൻ ഇറങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനി കണ്ടിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിന് വിളി വന്നപ്പോൾ ഞാൻ അമ്മയോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു അത് ജസ്റ്റ് ആരോ എന്നെ കളിപ്പിക്കണയാണെന്ന് വിചാരിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യം വിളിച്ചില്ല, എനിക്ക് മെസ്സേജ് വന്നേ. മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് കാസ്റ്റിംഗ് കോൾസ് കള്ളത്തരം ഉണ്ടെന്ന്, മറ്റൊരു കള്ളത്തരം ഉണ്ടെന്ന് കേട്ടുള്ള എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരോ ഇങ്ങനെ പറ്റിക്കണതായിരിക്കും. അതന്നെയായിരുന്നു എന്റെ റിയാക്ഷൻ. പിന്നെ എന്നെ ദൃശ്യത്തില് ആ സാധനമായിരുന്നു എനിക്ക് വന്നത്. പിന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്താ പറയുക, പറയാത്ത സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണ്ടേന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സന്തോഷമായി. അത്ര എല്ലാവരും ഒരു ഡ്രീം പ്രോജക്റ്റ്, എല്ലാവരും ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്നൊരു
സിനിമ. കാരണം വേൾഡ് അറിഞ്ഞ് അല്ലേ, നമ്മുടെ മലയാള സിനിമയെ വേൾഡ് അറിഞ്ഞു തുടങ്ങിയത് ദൃശ്യത്തിലൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മൂവിയിൽ ഒരു പാട്ടാവാൻ സാധിക്കാന്ന് പറയുന്നത് അതെ അതും ചെറിയൊരു ക്യാരക്ടർ അല്ല, എല്ലാവരും ദൃശ്യത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത ഫ്രാഞ്ചൈസിലൊക്കെ ലൈക്ക് 4 ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവൊന്നും ചോദിക്കുന്നില്ല, അതൊക്കെ നമുക്ക് കണ്ടറിയാം. അതെ, അതൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, അതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് പോകും. ഓക്കെ, എന്തായാലും നമുക്കിനി എവിടെയായിരുന്നു കുറച്ച് നാൾ ആള് പോയിരുന്നെന്ന് അറിയണം. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പോയി മെഡിസിൻ പഠിക്കാൻ പോയതാണ്, ഇപ്പൊ ഡോക്ടറാണ്. പക്ഷെ സ്റ്റിൽ എന്നാലും ലൈക്ക് കംപ്ലീറ്റ്ലി ഇതിന്നൊക്കെ വിട്ടുപോയി. അതെന്താ പറ്റിയത്? അത് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ പട്ടം പോലെ സിനിമ ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ പോലെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ എനിക്ക് മൊത്തത്തിലൊരു വിട്ടുപോയി. കാരണം സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം, എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ലെന്നോ, എനിക്കറിയില്ല പഠിത്തത്തിന്റെ സ്ട്രെസ് എന്താണെന്ന് അറിയില്ല, മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്നിലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, കംപ്ലീറ്റ്ലി ഒന്നിനുമില്ല. അപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷനും സങ്കടമൊക്കെ ആ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആരോട് പറയാനേ, എന്തായാലും ഒന്നും ചെയ്യാനില്ലല്ലോ ആ സമയത്ത്. അങ്ങനെ അതിൻ്റെ ഒരു ഗ്യാപ്പ് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പത്തേനും തിരിച്ചു വരുമ്പോഴത്തേനും എന്താകും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയോ തിരിച്ചെത്തി എന്ന് തന്നെ പറയാം. അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരിച്ചെത്തി, അതും വലിയൊരു ഒരു കംബാക്ക്. ജിത്തു സാറിന്റെ മൂവിയിൽ, കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ സാറിന്റെ മൂവീസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് എന്തൊരു ഡയറക്ടറാണ് അല്ലേ. കാരണം എനിക്കൊക്കെ അങ്ങനെയാണ്, സാർ വലിയൊരു ഡയറക്ടറാണ്. അപ്പോൾ സാറിന്റെ ഒരു മൂവിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഭയങ്കര ഒരു ബ്ലെസ്സിങ്. അതെ, അപ്പോൾ ഒരു 1.5 കംബാക്ക് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായിരുന്നു ഫാമിലിയുടെ ഒരു ലൈക്ക് കുറേ നാളായിട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ആദ്യം ഇപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഐ വാണ്ട് ടു ഡു ഫിലിംസ്, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും മീഡിയയിലേക്ക് വരണം. അപ്പോൾ കാര്യം വർഷാന്നെൻ്റെ വായിൽ വരുന്നത്, അയ്യോ ആ ക്യാരക്ടർ ഹലോ കുട്ടിച്ചാത്തനിലെ പേര് പോകുന്നില്ല. ലൈക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് ആക്ട്രസ് മാത്രമല്ല ഡാൻസർ ആണ്. കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കിട്ട്. അങ്ങനെ ഒരാൾ കുറേ നാൾ പോയിട്ട് പിന്നെ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഏറ്റവും സപ്പോർട്ട് ഫാമിലി തന്നെ ആയിരിക്കും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ ഡാൻസ് കോമ്പറ്റീഷൻസിന് കൊണ്ടുപോകുന്നു, എല്ലാത്തിനും കൊണ്ടുപോകുന്നു. അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അതെ, അവര് ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ ഫാമിലി. കുഞ്ഞിലെ തൊട്ട് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോയത് തന്നെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും, അങ്ങനെ അതിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അവരെപ്പോഴും സപ്പോർട്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഫിലിം ഫീൽഡിൽ പഠിക്കാണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു സാധനം മാത്രം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, പഠിക്കണം, ഒരു അങ്ങനെ ഇല്ലാണ്ട് ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ടൊന്നും പഠിക്കാണ്ടൊന്നും കയറരുത്. അതിപ്പോ എല്ലാ പേരൻസും പറയുന്ന ഒരു സാധനം. അത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരാൻ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇൻഫാക്ട് ബൈജു അങ്കിളിന്റെ മോനാണ് ഞാൻ പറഞ്ഞ പോലെ AD, ജിത്തു സാറിന്റെ AD. പറഞ്ഞതും അച്ഛനാണ്. ബൈജു അങ്കിളിനോട് പറയുമായിരുന്നു, ബിന്ദു ആൻറ്റിയോട് ബൈജു അങ്കിളിനോട് ഇങ്ങനെ അവൾക്ക് ആഗ്രഹമാണ്, നടക്കുമോന്ന് അറിയില്ല പക്ഷെ ആഗ്രഹമാണ്. അപ്പം അത്ര സപ്പോർട്ടീവാണ് എൻ്റെ ഫാമിലി എല്ലാവരും. അമ്മേൻ്റെ സൈഡിൽ നിന്നാണല്ലോ അച്ഛൻ്റെ സൈഡിൽ നിന്നാണല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ആഘോഷം. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ഫാമിലിയിലൂടെ ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ കൈ, എനിക്കാണെങ്കിൽ നാണക്കേട്, അവർ വന്നിട്ട് കൈയടിക്കുക, ഒരു വേറെ ഒരു മൂഡിലാണ് സിനിമ പോകുന്നത്. എന്റെ എൻട്രി കാണുമ്പോൾ ഞാൻ നടന്നു വന്നു അത്രയും സപ്പോർട്ടീവ്. അത് ഭയങ്കര പ്രൗഡും കൂടെ അല്ലേ, നമുക്കത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം നമ്മൾ എങ്ങനെ എത്തി സിനിമയിൽ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ അതിനുശേഷം എന്തായാലും ശ്രദ്ധ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫെമിലിയർ ആണ്. ബട്ട് സ്റ്റിൽ ദൃശ്യത്തിൽ അഭിനയിക്കുന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം എസ്റ്റർ ഒക്കെ പല ഇന്റർവ്യൂലും പറഞ്ഞു ലൈക്ക് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ദൃശ്യത്തിന് ശേഷം എങ്ങനെയുണ്ട് ഇപ്പം സിനിമ ഇറങ്ങിയതിന് ശേഷം? ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാന്ന് തന്നെ പറയും. കാരണം ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ റെസ്പോൺസ്. ഞാൻ യൂഷ്വലി ഞാൻ ചെയ്തതിലൊന്നും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്ത് ചെയ്താലും അത് ഇതായില്ല. അമ്മ പറയും, ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമ്മ അത് ശരിയല്ല, ഇത് ശരിയല്ല, ഞാൻ ചെയ്തത് ശരിയല്ല, അതെൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചു. ഞാൻ വെച്ചാൽ ആൾക്കാർ മൂവി കാണും, ഒരു ക്യാരക്ടർ അങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നോട്ടീസ് ചെയ്തു. അതിന് പണ്ടത്തെ കുട്ടിച്ചാത്തൻ സൂപ്പർ ഡാൻസർ തൊട്ട് കണക്ട് ചെയ്ത ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു. എല്ലാവരും പെർഫോമൻസ് നന്നായിരുന്നു, അത് എന്ന് വെച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഞാനതാ പറഞ്ഞു, ഞാൻ ഇത്രയും സന്തോഷം ഇതുവരെയും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഇപ്പൊ ശരിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം
എസ്തരൊക്കെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ ദൃശ്യം എഫക്റ്റ് എനിക്കും തോന്നി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഹൈലൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് മെസ്സേജ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട്സ് ഒക്കെ ലൈക്ക് ഇങ്ങനെ സൂപ്പർ ഡാൻസറിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധ കരഞ്ഞപ്പോൾ ഞങ്ങളും കരഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഡാൻസിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടായിരുന്നോ? ഡാൻസ് ചെയ്യുന്ന യെസ്, അതായത് പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഡാൻസും കയ്യിൽ നിന്ന് പോയി തന്നെ പറയാം. കാരണം വിട്ടു നിന്നു, കാരണം പ്രാക്ടീസ് ഇല്ല, ഒന്നുമില്ല, പിന്നെ ഷോസ് ചെയ്യുന്നില്ല. അപ്പൊ അത്ര ആക്റ്റീവ് ആയിരുന്നു ഞാൻ. കുഞ്ഞിലെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ പെട്ടെന്നൊരു വിഡ്രോവൽ അടിക്കാന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് മാറി ബ്രേക്ക് കിട്ടും. അതെ, പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് ഇട്ടപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കടിച്ചു പിടിച്ചിരുന്നു. പക്ഷെ എനിക്കൊന്ന് പേഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ആ പേഷ്യൻസ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ ട്രൈ ചെയ്യേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മെഡിക്കൽ കരിയറിൽ അങ്ങ് പോവാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇവിടെ എത്തണ്ടായില്ല. ഭയങ്കര പേഷ്യന്റ് ആയിരുന്നു ഞാൻ. നോക്കാം ശരിക്കും ഞാൻ അങ്ങനെ ആയിരുന്നു ഒരു സമയം. നോക്കാം, എന്തെങ്കിലും സംഭവിക്കും നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരുന്നതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുന്നില്ല, ചെയ്ത് തുടങ്ങണം. അതും നമ്മൾ എന്തായാലും പഠിച്ചത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ ഇത്രയും അതിനകത്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ഡാൻസും എല്ലാം മാറ്റി വെച്ചൊരു സാധനത്തെ പഠിച്ചല്ലേ, ഒരു കോഴ്സ് പഠിച്ചല്ലേ. അപ്പോൾ എന്തുകൊണ്ട് മെഡിസിൻ ചൂസ് ചെയ്തത്? ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? മെഡിസിൻ ഇസ് ആക്ച്വലി ഞാൻ പറയാം, കുഞ്ഞില് നമ്മുടെ മനസ്സിൽ എനിക്ക് എങ്ങനെയാ കയറിയെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആര് ചോദിച്ചാലും എനിക്ക് ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഡോക്ടർ, ആക്ടർ, ഡാൻസർ, ഈ സാധനം എല്ലാവരോടും പറയുമായിരുന്നു. എനിക്കൊന്നും എൻ്റെ അമ്മയാന്ന് തോന്നുന്നു തലയിൽ കയറ്റിയത്. എനിക്കറിയാം, കുഞ്ഞിലെ പറയല്ലോ ഡോക്ടറെ കൊള്ളാം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായിരിക്കും തോന്നുന്നു. പക്ഷെ ബയോളജി ഡോക്ടർ എഞ്ചിനീയർ എല്ലാവർക്കും ഉള്ളൊരു സാധനം അങ്ങനെയാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ച എന്നോടെല്ലാം പറഞ്ഞത് ബയോളജി, എനിക്ക് ബയോളജി ഇഷ്ടമായിരുന്നു. ബയോളജി ഇഷ്ടമല്ല, അപ്പൊ പിന്നെ ഡോക്ടർ വെച്ചപ്പോ ബയോളജി എല്ലാം അവിടെ പഠിക്കാൻ അത് തെറ്റായ ധാരണയാണ്. എല്ലാരും പറയും ബയോളജി ഇഷ്ടമായവർക്ക്, അങ്ങനെയല്ല കേട്ടോ. അവിടെ പോകുമ്പോ എൻറ്റയർലി ഡിഫറൻസ് ആണ്. ഇപ്പൊ 10th കഴിയുമ്പോൾ ഡോക്ടർ ആവണോ എന്നാ ബയോളജി എടുത്ത് പഠിച്ചോ. ബയോളജി ഇഷ്ടമാണോ, ബയോളജിക്ക് മാർക്ക് ഉണ്ടോ എന്നാ ഡോക്ടർ. ആ സാധനമല്ല അവിടെ പോകുമ്പോ അറിയും. പക്ഷെ അത് ഞാൻ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോയിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ അതിൽ നല്ല എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചത് പുറത്താ, ജനറൽ ഹോസ്പിറ്റലാണ്, ട്രിവാൻഡ്രത്തെ ജനറൽ ഹോസ്പിറ്റലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. എക്സാം ഒക്കെ പാസ്സായി ഇവിടെയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിൽക്കുന്ന ശ്രദ്ധാ ഗോകുല് ആ കുഞ്ഞിൽ ഇപ്പൊ ചോദിക്കുമ്പോൾ എന്താവണം, ഡോക്ടർ, ആക്ട്രസ്, ഡാൻസർ എന്നൊക്കെ പറയുന്നു, അത് മൂന്നും അച്ചീവ് ചെയ്തിട്ട് നിൽക്കുകയാണ്. സോ എത്ര പ്രൗഡാണ് യുവർ സെൽഫ്? ഇല്ല, ഞാൻ അങ്ങനെ പ്രൗഡ് അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കറിയില്ല. എനിക്ക് ഇനിയും, കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഇതൊരു വലിയ ഇതാണെങ്കിലും ദൃശ്യം ഓഫ് കോഴ്സ് ഞാൻ അതിൽ ഐ എം ഫീലിംഗ് ട്രൂലി ബ്ലെസ്ഡ്, അതാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു തുടക്കം പോലെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പ്രൗഡ് സാധനമൊന്നും പക്ഷെ എൻ്റെ ചുറ്റിനുള്ളവർക്ക് ഭയങ്കര സന്തോഷം. അവരിങ്ങനെ പറയും, ശ്രദ്ധ നീ വിചാരിച്ചിടത്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള സാധനം അവർ പറയും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രൗഡ് ഹാപ്പി, ഐ ആം റിയലി ഹാപ്പി. ഇതുവരെയുള്ള ലൈഫിൽ എന്താ പറയുക, ഞാൻ ഇത്രയും പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്താ ചെയ്യുക, എങ്ങനെ കയറും, ഒരു കാരണം നമുക്കൊന്നും അറിയില്ല. കാരണം ഫിലിം ഫീൽഡായിട്ട് ബന്ധമില്ല, ആരെ വിളിക്കും, എങ്ങനെ കയറും, ഏത് ഓഡിഷൻ അറ്റൻഡ് ചെയ്യണം, ഒന്നും അറിയില്ല എനിക്ക്. കാരണം ഓഡിഷൻ കോൾസ് ഒക്കെ വരണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് അറിയണം, ഒരു കണക്ഷൻ ഉണ്ടാവും. അതെ, അതുപോലും ഇല്ലാത്തൊരു സമയം ഞാൻ വിചാരിക്കും എങ്ങനെ കയറും. പക്ഷെ അതാ പറഞ്ഞത്, എല്ലാത്തിനും ഒരു നിമിത്തം എന്ന് പറഞ്ഞ പോലെ. അതെ, അങ്ങനെ വന്നു, ഓഡിഷന് കയറി. ഓക്കെ, പ്രൗഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലേക്ക് ഇനി എപ്പോഴും AI ഓരോ ട്രെൻഡിങ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഓരോ ഫോട്ടോസ് ഇങ്ങനെ പ്രോംപ്റ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഈ അടുത്തൊരു സാധനം ഉണ്ടായിരുന്നില്ല, മറ്റേ കുഞ്ഞിക്കുട്ടിയും, അതായത് നമ്മുടെ തന്നെ കൊച്ചിലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ചിട്ട് എല്ലാവരും ഓരോ പ്രോംപ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ കുഞ്ഞി ശ്രദ്ധ, വലിയ ശ്രദ്ധയും തമ്മിലുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? കുഞ്ഞു ശ്രദ്ധനോട് ഞാൻ പറയും യെസ്, അച്ചീവ് ചെയ്ത് വരുന്നുണ്ട്, ആഗ്രഹിച്ചതെല്ലാം കിട്ടിത്തുടങ്ങുന്നുണ്ട് എന്നുള്ള സാധനം. കുഞ്ഞു ശ്രദ്ധ വുഡ് ബി പ്രൗഡ്, യെസ് യെസ്. കുഞ്ഞു ശ്രദ്ധയുടെ അത് കറക്റ്റ് ആണ് കേട്ടോ. വലിയ ശ്രദ്ധയ്ക്കാണ് പ്രശ്നങ്ങളുള്ളത്. കുഞ്ഞു ശ്രദ്ധ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ആൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സിനിമയിൽ കയറി, അതും ജിത്തു ജോസഫ്, ലാലേട്ടൻ, നല്ല ഷോ ഓഫ്.
ഒരു സാധനല്ലേ, കുഞ്ഞു ശ്രദ്ധയുടെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സംഭവം. ഭയങ്കര സംഭവമാണ്. ഓക്കെ, ഈ കുഞ്ഞു ശ്രദ്ധ എങ്ങനെയായിരുന്നു ഹലോ കുട്ടിച്ചാത്തനിൽ എത്തിയത്? എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ ഡാൻസറാണ്, ബേസിക്കലി ഡാൻസറാണ്. ഡാൻസാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഞാൻ ക്ലാസിക്കലി ട്രെയിൻ കുഞ്ഞിലേ എന്നെ കൊണ്ട് അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിൽ കണ്ടിട്ടാണ് ആ സീരിയലിലേക്ക്. ഓ, അതിൽ കണ്ടിട്ട് വന്നതാ അല്ലേ? അത് കണ്ടിട്ടാണ് എന്നെ സീരിയലിലേക്ക് വിളിക്കുന്നത്, ഹലോ കുട്ടിച്ചാത്തനിലേക്ക് വിളിക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് ഇതുവരെ എൻ്റെ അങ്ങനെയാണ്. എൻ്റെ എല്ലാത്തിലും ഒന്ന് കണ്ടടുത്ത് അടുത്ത് കണ്ടടുത്ത് അങ്ങനെയാണ് ഇതുവരെ ഒരു കണക്ഷൻ കിട്ടാറുണ്ട്. അതെ, എല്ലാത്തിലും ഒന്ന് കണ്ടിട്ട് അങ്ങനെയാ പോയിരിക്കണം. അന്നത്തെ ആ ഒരു ക്യാരക്ടറിന്റെ നോട്ടമൊക്കെ ഉണ്ട്, കണ്ണൊക്കെ വെച്ചിട്ട് അതിന്റെ അന്നത്തെ ഫോട്ടോ കാണുമ്പോ ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ കൂടെ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ അബ്രോഡ് പോയി പഠിച്ചവർക്കൊന്നും അറിയില്ലല്ലോ നാട്ടിലെ പറ്റത്തെ കുട്ടി സെലിബ്രിറ്റി ആണെന്നുള്ളത്. അപ്പൊ അവർ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോ എന്താ പറയാറ്? എന്റെ ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിൽ അവരെപ്പോഴും കളിയാക്കുക. അവർ ഇതൊക്കെ അടിക്കും, സ്റ്റിക്കർ ഇല്ലേ, വാട്സാപ്പിന്റെ സ്റ്റിക്കർ ഇല്ലേ, അതായത് ഈ ഫോട്ടോ ഒക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞ കണ്ണൂരിട്ട് ആ സാധനമൊക്കെ സ്റ്റിക്കർ എടുത്ത് അയച്ചു. ഇല്ല അത് ഭയങ്കര, ഞാൻ ആലോചിക്കും ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് കാണുമ്പോ ഓഫ് എന്ന് തോന്നും, എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ തോന്നും. അല്ലെ പാവ, പക്ഷെ ആ സമയത്ത് കുഞ്ഞപ്പിള്ളേര് ആ ഒരു പ്രായത്തിൽ അതൊക്കെ ആ ഹെയർ സ്റ്റൈലും ഇങ്ങനെ ഒരു ബാൻഡ് അയ്യോ, ആ ഹെയർ സ്റ്റൈലും നോട്ടും. പക്ഷെ അതൊക്കെ ആ സമയത്ത് അനുകരിച്ചവരുണ്ട് കേട്ടോ. എന്നോട് ഇപ്പൊ മെസ്സേജ് അയക്കും, ശ്രദ്ധേന്റെ ബാൻഡ്, ഒരു ബാൻഡ് വെക്കായിരുന്നു ഞാൻ ഉള്ളില്. എനിക്കൊരു ഓറഞ്ച് ബാൻഡ് ഒക്കെ വെച്ചിട്ട് അതെ അതെ അതെ. അപ്പൊ അതൊക്കെ പറയും, ബാൻഡ് കണ്ടിട്ട് അങ്ങനെയൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോ അന്നേ ഞാൻ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇപ്പൊ കാണുമ്പോ അൺസഹിക്കബിൾ ആണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, നല്ല മെമ്മറീസ് ആണ്. കാരണം ആ കൂടെ ചെയ്തവരും ഷെയ്നും എല്ലാവരും അഭിരാമി എല്ലാവരും ഇപ്പം നിൽക്കുന്ന ഒരു ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്റെ കൂടെ ചെയ്തവരെല്ലാവരും നല്ലൊരു പൊസിഷനിലാണ്. ഇപ്പൊ ഷെയ്ൻ ആയാലും സ്റ്റാർ ആയി, അഭിരാമി ചേച്ചി ആയാലും, പിന്നെ അഭയ് ആയാലും. അഭയ് ഡിറക്ഷനാണ് അഭയ്ക്ക് ഇഷ്ടം, വരുമായിരിക്കും ഇനി അഭയ്. അപ്പൊ എല്ലാവരും, പിന്നെ നവനീത്തിന്റെ ഡിറക്ഷനാണ് ഇഷ്ടം, നവനീത് നീരജേട്ടന്റെ ബ്രദർ. അപ്പൊ എല്ലാവരും ഒരു, എനിക്ക് അറിയുന്ന എല്ലാവരും ഒരു നല്ല, നവനീത് നമുക്ക് ആർക്കും കാണാൻ കിട്ടാത്ത ഒരാളാ. നവനീതിന് കിട്ടുന്നില്ല, ഒരു തരത്തിൽ കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂനൊക്കെ നോക്കിയിട്ടും അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു ബൈറ്റിനെ പോലും നമുക്കൊന്നും ഒരു കണക്ഷൻ ഡയറക്റ്റ് കിട്ടാത്ത ഒരാളാണ്. ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം കണ്ടിരുന്നു, ട്രെയിനിൽ ഒരു ദിവസം ഇറങ്ങിയപ്പോ അവൻ കേറുന്നു, അതൊരു കോയിൻസിഡൻസ്. അങ്ങനെ ഞാൻ കണ്ടു ഒരു ദിവസം. നിങ്ങൾ തമ്മിലപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഇപ്പൊ ഉണ്ട്. ഞാൻ കുറെ ഈ പറയുന്ന ChatGPT വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പൊ ഗ്രോൺ അപ്പ് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ശ്രദ്ധ ഗൂഗിളിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ വരും. ലൈക് ഷെയ്ൻ, അഭിരാമി ചേച്ചി, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പോഴത്തെ ഫോട്ടോ. പക്ഷെ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ഓക്കെ അത് ലൈക് ക്രിയേറ്റഡ് ആണെന്ന് മനസ്സിലാവുന്നത്. അത് എന്നോട് ആരും ചോദിച്ചു റീയൂണിയൻ. ഞാൻ പറഞ്ഞു റീയൂണിയൻ അല്ല നടന്നത്, അത് അവരുടെ വിചാരം ശരിക്കും നടന്നു എന്നാ. റീയൂണിയനും നടന്നിട്ടില്ല, എല്ലാരും ഒരുമിച്ച് കിട്ടണ്ടേ. അപ്പൊ ഈ ഇടയ്ക്ക് അഭയനെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും കൂടെ ഉള്ള ഒരു ഫോട്ടോ വന്നാൽ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെയർ ആയിരിക്കും. അല്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, നോക്കാം. ഞാൻ അഭയനോട് പറഞ്ഞു, അപ്പൊ ഇങ്ങനെ പറയണ്ടായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് കൊച്ചിയിൽ വെച്ചെങ്ങാനും മീറ്റ് ചെയ്യാന്നുള്ള കാര്യം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലേ? ഞാൻ ട്രിവാൻഡ്രത്താണ്. കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടോ? ഇല്ല, ബിസി ആകട്ടെ, എങ്ങനെ അറിയില്ല, വെറുതെ ഷിഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉറപ്പായിട്ടും ഷെയ്ൻ ചേട്ടനും ഞാൻ എൻ്റെ ഇന്റർവ്യൂ കരിയറിൽ എനിക്ക് ഭയങ്കര എന്നോടിപ്പം ഇത്രയും ഒരു 200-300+ ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ളതിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ ബെസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള ഗസ്റ്റ് ആരാണ്. ഞാൻ എപ്പോഴും പറയും ഷെയ്ൻ ചേട്ടനെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 ടൈംസ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പല ഫിലിംസിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ചെയ്തിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസും. ഞാൻ പറയാം, ചിലരൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലര് അവർക്ക് അത് ആലോചിക്കേണ്ട ആവശ്യമില്ല, ചിലവരുടെ മൈൻഡ് സെറ്റ് ആട്ടോ. പക്ഷെ ഷെയ്ൻ അങ്ങനെയല്ല. ഷെയ്ൻ ഭയങ്കര സ്വീറ്റ് ആണ്. ഷെയ്ൻ എന്നെ കണ്ടപ്പോഴും ഷെയ്ൻ ആദ്യം ചോദിച്ചു അമ്മൂമ്മയ്ക്ക് സുഖമാണോന്ന്. കാരണം അന്ന് നോക്കിയതൊക്കെ അമ്മൂമ്മയാ, ഞങ്ങളുടെ സെറ്റിൽ വന്നതും നോക്കുന്നതൊക്കെ എന്റെ അമ്മൂമ്മയായിരുന്നു. അപ്പൊ ആ സാധനം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഷെയ്ൻ ഭയങ്കര സ്വീറ്റ് ആണ്. നിങ്ങളുടെ ടൈറ്റിൽ സോങ്ങും ഒക്കെ എല്ലാം അയ്യോ അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര അത് ഇപ്പൊ കാണാറുണ്ടോ? എങ്ങനെ അതിന്റെ എപ്പിസോഡോ എന്തെങ്കിലും ക്ലിപ്സ് ഒക്കെ കാണാറുണ്ടോ? എപ്പിസോഡ് ഞാൻ കാണാറില്ല, പക്ഷെ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരും എവിടെന്നെങ്കിലും ആരെങ്കിലും. അതാണ് കുട്ടിച്ചാത്തന്റെ ട്രെൻഡ് തന്നെ, കുറച്ച് ദിവസം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, പിന്നെ അടുത്ത ദിവസം ആരെങ്കിലും ഒന്ന് കുത്തിപ്പോക്കും, അത് ഭയങ്കര ബൂമാവും. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും അയച്ചു തരുമ്പോ ഞാൻ കാണും, പാട്ടിടയ്ക്ക് കേൾക്കാറുണ്ട്. നല്ല രസമാണ് കാണുമ്പോഴൊക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനും ഡാൻസും. അവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല മെമ്മറി ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഇവരായിട്ടുള്ള?
നല്ല മെമ്മറീസ് എന്തായിരുന്നു ഏജ് ശ്രദ്ധയുടെ ആ ടൈമില്? അന്ന് 9-10 എന്തോ 10ആയിരുന്നു 9-10 വയസ്സ്. ഓക്കെ, എന്തായാലും ഭയങ്കര കുഞ്ഞായിരുന്നു. ഞാനാണതിൽ എനിക്കൊന്ന് അവരിൽ ഏറ്റവും ഇളയത് ഞാനായിരുന്നു. അപ്പൊ അതിന്റെയും കുറച്ച് പാമ്പറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അഭിരാമി ചേച്ചി, ലൈലാൻറ്റി ഒക്കെ കുഞ്ഞു കുട്ടീനെ പോലെ. അപ്പൊ നല്ല രസമായിരുന്നു. കുരുത്തക്കടക്കുള്ള ഒരു കുട്ടിയായിരുന്നോ? അല്ല, ഇപ്പോഴാണ് ആയതെന്ന് തോന്നുന്നു. ഇപ്പാണോ? ഇപ്പോഴാണ് അമ്മ ഒരു കുഞ്ഞിലങ്ങനെ ഒന്നുമില്ല. ഞാൻ സംസാരിക്കില്ലായിരുന്നു. അത് സൂപ്പർ ഡാൻസർ ഒക്കെ കാണുമ്പോ അറിയാം. എന്തെങ്കിലും പറഞ്ഞ രണ്ടാമത്തേന് കരയും. എന്നെ ഒന്ന് പേടിപ്പിച്ച് അപ്പം ഞാൻ അതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ചേച്ചി എനിക്ക് ഒരു മെസ്സേജ് അയച്ചു ഒന്ന് കരയും കൂടെ കരയും. ഫുൾ ടൈം ഞാൻ അതിൻ്റെ ഉള്ളിൽ കരച്ചിലായിരുന്നു. ആ ചേച്ചി എത്ര കരഞ്ഞു കാണും. എലിമിനേഷനെ കൊണ്ട് നിർത്തും, ഞാൻ കരയും. ഈ പരിപാടിയായിരുന്നു ആ സമയത്ത്. എനിക്ക് ഭയങ്കര പാവമായിരുന്നു. സംസാരിക്കാനും അറിയില്ല, കുരുത്തക്കേടൊന്നുമില്ല, ഒതുങ്ങി. ഈ ഇടയ്ക്ക് ശാലു ആരോ കണ്ടപ്പോ എന്നോട് ഇങ്ങനെ പറയണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാത്ത കുട്ടി ഇപ്പൊ വാടക്കുന്നില്ല. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങളെ പോകുന്നതിന് നമുക്ക് ഒരു കുട്ടി ഗെയിം, ഒരു റാപ്പിഡ് ഫയർ. ഓക്കെ, എന്താണാവോ? സിമ്പിൾ സാധനങ്ങൾ, ജസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ. നമുക്ക് അവിടുന്ന് ലിറ്റുവിൻ ചേട്ടൻ കുറെ സിനിമേന്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഇത് പേഴ്സണൽ ലൈക്ക് ഒരു റാപ്പിഡ് ഫയർ ആണ്. നമുക്കിപ്പോ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ശ്രദ്ധയെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ശ്രദ്ധയുടെ ഒരു കംഫർട്ട് ഫിലിം, ഏറ്റവും റിപ്പീറ്റഡ് കണ്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫിലിം. അയ്യോ, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഓരോ മൂഡ് അനുസരിച്ച് ഓരോ പടം കാണുന്നത്. സങ്കടമാണെങ്കിൽ കൽഹോനഹോ കാണും, കൂടുതൽ സങ്കടപ്പെടാൻ. സന്തോഷമാണെങ്കിൽ CID മൂസ കാണും. പിന്നെ കുറെ പടങ്ങളുണ്ട്. അങ്ങനെ ഒരു കംഫർട്ട് മൂവി എന്ന് പറയാൻ എനിക്ക് വെട്ടം ഭയങ്കര ഇഷ്ടമാണ്. വെട്ടം ഭയങ്കര ഇഷ്ടം, ഇരുന്ന് കാണും. എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ കാണും. അങ്ങനെ ഒരു കംഫർട്ട് ഫിലിം എന്ന് പറയാനൊന്നുമില്ല. ഹാവ് എ ലോട്ട് ഓഫ് ഫേവറേറ്റ് മൂവീസ്. വെട്ടം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ മോളിവുഡ് ടൈംസിന്റെ പ്രൊമോഷന് പോയപ്പോൾ ഷർഫുദ്ദീനിക്കും അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞ സിനിമ വെട്ടം. സംഗീത് പ്രതാപ് എല്ലാവരും ഒരേപോലെ. ദിലീപേട്ട സിനിമകൾ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഫിലിംസ് ആണ്. അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈക്ക് എനി ഫിലിം ക്യാരക്ടർ അതുപോലെ ജീവിക്കാൻ പറ്റുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത അങ്ങനെ ലൈക്ക് ഒന്നെങ്കിൽ ജീവിക്കണം എന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാൻ രസമായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രിയ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചാടി നടക്കും. അതുകൊണ്ടാന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പെട്ടെന്ന് എനിക്ക് അതോട്ട് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ലൈക്ക് 2 things that you can't live without. I cannot live without my phone. ഇപ്പോൾ ഓക്കെ, പിന്നെന്താ? ഫോൺ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഫോണും ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭ്രാന്താ. സാധനമുണ്ട്. എനിക്ക് പണ്ട് കുഴപ്പമില്ലായിരുന്നു, ഞാൻ രാത്രിയൊക്കെ എണീറ്റിരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറക്കം ഭയങ്കര സീനാ. കുറച്ചങ്ങ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഫുൾ സോൺ ഔട്ടായി, ഇങ്ങനെ സോംബിയെ പോലെ പോയി. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, നൈറ്റ് പേഴ്സൺ ആണോ മോർണിംഗ് പേഴ്സൺ ആണോ? ഞാൻ യൂഷ്വലി നൈറ്റ് പേഴ്സൺ ആണ്, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. മോർണിംഗ് പേഴ്സൺ അല്ല കേട്ടോ, അത് ഞാൻ എടുത്തു പറയും. എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. എത്ര മണി? 5 മണിക്കൊന്നും ഞാൻ ജന്മം എണീക്കും. അച്ഛൻ എപ്പോഴും പറയും രാവിലെ എണീറ്റിട്ട് കിളികളുടെ ശബ്ദം കേൾക്കണം, സൂര്യനെ കാണണം എന്നൊക്കെ പറയും. ഞാൻ പറയും വേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, എനിക്ക് പറ്റില്ല. 5 എത്ര മണിക്ക് എണീക്കും? എന്നെ ഉറക്കാൻ വിട്ടാൽ ഞാൻ നന്നായി ഉറങ്ങും. ഒരു 9, അത്രയൊന്നും ഉച്ച വരെ ഒന്നും ഉറങ്ങില്ല കേട്ടോ, അത് പണ്ട് ഉറങ്ങുമായിരുന്നു. പണ്ടെന്ന് പറയുമ്പോ കുഞ്ഞില് നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. 12 മണി വരെയൊക്കെ എന്നെ വിട്ടാൽ ഞാൻ ഉറങ്ങും. ഒരു 10-11 മണി വരെ വിട്ടാൽ ഉറങ്ങും, ഇല്ലെങ്കിൽ 8 മണി. ഈ കുഞ്ഞിലെ പറഞ്ഞ 12 മണിയും ഇപ്പൊ വിട്ടാതെ ഇറങ്ങുന്ന 11 മണിയും തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസം. എന്നാലും ഞാൻ കുറച്ച് ഇത്രയും വളർന്നില്ല, അപ്പൊ കുറച്ച് നേരത്തെ എണീക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ മോർണിംഗ് പേഴ്സൺ അല്ല, മോർണിംഗ് പേഴ്സൺ എന്തായാലും അല്ല, നൈറ്റ് പേഴ്സൺ ആണ് യൂഷ്വലി. ഓക്കെ, ലൈക്ക് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ഇൻഡസ്ട്രി, ലൈക്ക് ഡാൻസ് ആവാം, മീഡിയ. ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദ ഇൻഡസ്ട്രി എല്ലാം പറയാ. ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദ സെൻസ്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം വന്നാൽ എല്ലാം തുറന്ന് പറയണം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ആരുമില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സാണ്. ഇപ്പം എനിക്ക് നയന, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഇപ്പം എനിക്കൊരു വിഷമം വന്നാൽ അങ്ങനെ വിളിക്കാൻ തോന്നുന്നവർ ആരും എൻ്റെ ഇൻഡസ്ട്രിയിലില്ല. പക്ഷെ എൻ്റെ സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ദെൻ ഇഫ് യു ക്യാൻ ചേഞ്ച് എനിത്തിങ് ഫ്രം യുവർ പാസ്റ്റ് ലൈഫ്, അതായത് ഇപ്പം ഇതുവരെയുള്ള ലൈഫിൽ ഏതെങ്കിലും ഒരു പീരീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈം. I don't want to change anything. Anything? No.
ഓ ഓക്കെ, എല്ലാം നമുക്കൊരു മെമ്മറി എന്തെങ്കിലുമൊക്കെ തന്നിട്ടുള്ള എല്ലാം നല്ലതിന് വേണ്ടിയെന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരുന്നു ഞാൻ റോങ് ഡിസിഷൻ ആണോ എടുത്തത്, മെഡിസിൻ പഠിക്കാൻ പോയത് റോങ് ഡിസിഷൻ ആയിരുന്നോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു. പക്ഷെ അല്ല, അതും നല്ലതായിരുന്നു. ചിലപ്പോൾ ആ സമയത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് സിനിമ കിട്ടണം എന്നില്ലല്ലോ. ഞാൻ ആ സമയം പഠിത്തം മാറ്റി വെച്ച് നിന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കണേ, ചിലപ്പോൾ ആ സമയത്ത് കിട്ടണം എന്നില്ല. എനിക്കൊന്നും ചേഞ്ച് ചെയ്യണമെന്നില്ല. പക്ഷേ അടുത്തത് ലൈക്ക് ഒരു 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 ടൈം പീരീഡ്, ഏതെങ്കിലും ടൈം പീരീഡ് ഒന്നും കൂടെ റീലീവ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഒന്നും കൂടെ പറ്റും. കുട്ടിച്ചാത്തൻ ആ ഒരു ടൈം പീരീഡ് എനിക്ക് എന്തോ അത് ഭയങ്കര എന്താ പറയാ, അത് ഒന്നും കൂടി എനിക്ക് നേരെ അത് എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി മെമ്മറീസ് ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം അത് ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ കയറിയ ഒരു സാധനമാണ്. ഞാൻ അന്ന് നമുക്ക് ഇതിന്റെ റിയലൈസേഷൻ ഒന്നും ഇല്ല. അപ്പൊ കുട്ടിച്ചാത്തൻ സമയം സൂപ്പർ ഡാൻസർ എനിക്ക് ലിവ് ചെയ്യണമെന്നില്ല വീണ്ടും. അത്ര ട്രോമ, അതൊരു റിയാലിറ്റി ഷോ ശരിക്കും ഒരു ട്രോമയാ. എനിക്ക് ആ ട്രോമ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് പെർഫെക്ഷനിസ്റ്റ് ആ സംഭവം എനിക്ക് വന്നത്. എനിക്കൊന്ന് സൂപ്പർ ഡാൻസർ തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു എനിക്ക്. അത് കഴിയുമ്പോൾ ഞാൻ ശരിയായോ സെൽഫ് ഡൗട്ട് കുറെ കൂട്ടി തന്ന സാധനമാണ് റിയാലിറ്റി ഷോ. കുറച്ചൊരു ഞാൻ എല്ലാവരോടും പറയാം, റിയാലിറ്റി ഷോയില് കുഞ്ഞു പിള്ളേരെ കുട്ടികളെ ഇച്ചിരി സീന. എനിക്ക് സമയത്ത് 9-10 വയസ്സ് ആ സമയത്താണോ അല്ലല്ല, അന്നാണെന്ന് തോന്നുന്നു 10 വയസ്സ്. 10 വയസ്സ് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കുട്ടിച്ചാത്തൻ വന്നത്. 10 വയസ്സ് എന്തോ ആണ് അതിന്റെ എന്താ പറയാ, അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 10 തൊട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു. അപ്പൊ സൂപ്പർ ഡാൻസർ ജൂനിയർ അങ്ങനെ ഒരു ട്രോമ തന്നിട്ടുള്ളതുകൊണ്ട്, പക്ഷെ അത് കൊണ്ടാണ് ഞാൻ വന്നത്. അതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സജന ആന്റി എന്റെ കൊറിയോഗ്രാഫർ അവരൊക്കെ കാരണമാണ് തുടക്കം. പക്ഷെ അതൊരു ട്രോമയായിരുന്നു. അതുകൊണ്ട് വീണ്ടും എനിക്കത് വേണ്ട, ഒരു വട്ടം കിട്ടിയതിൽ താങ്ക്സ്. ഓക്കെ, then your comfort food. കംഫർട്ട് ഫുഡ് തൈര് സാദം. അത് ചെന്നൈ കണക്ഷൻ എന്നൊക്കെ ചോദിക്കുന്നല്ലേ? എനിക്ക് തൈര് സാദം, എനിക്ക് കൂടുതൽ വെജ് സാധനങ്ങളോടാണ് താല്പര്യം കൂടുതൽ. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ആയിപ്പോയി. എനിക്ക് കൂടുതൽ ഇഷ്ടം വെജാണ്. അപ്പൊ തൈര് സാദം എപ്പോൾ തന്നാലും കഴിക്കും. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തോട് നല്ലൊരു ഫുഡ് സ്പോട്ട് സജസ്റ്റ് ചെയ്യും എപ്പോഴും പോകുന്ന. ഞാൻ പോകുന്നതോ, ഞാൻ ലൈക്ക് വൺസ് ഇൻ എ ഇയർ ആണ് അവിടെ വരുന്നത്. IFFK ടൈമിൽ മാത്രം വരുന്ന ആളാണ്. ഡിസംബറിൽ മാത്രം ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു സാധനമാണ് ഞാൻ കൂടുതലും പോകുന്ന അങ്ങനെയല്ല. ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. ഞാൻ ഇമ്പീരിയലൊക്കെ കുറെ പോകാറുണ്ട്. ഇമ്പീരിയൽ എനിക്ക് തായ് ഇഷ്ടാട്ടോ. തായ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇമ്പീരിയലിൽ പോയി തായ് കഴിക്കും. പിന്നെ എന്താ കുറെ ഉണ്ട് അങ്ങനെ പറയാം. വെജ് ആണെങ്കിൽ ഏതാ ഇഷ്ടം? വെജാണോ? ബോത്ത്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭയങ്കര നോൺ വെജ് വേണമെന്നുള്ള ആളൊന്നുമല്ല. അല്ല, ഇമ്പീരിയൽ ഇസ് നൈസ് ഫോർ തായ്. എനിക്ക് എനിക്ക് അങ്ങനെ വെച്ചാൽ ഞാൻ അധികം എനിക്ക് ഞാൻ പറഞ്ഞ വെജ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ നോൺ വെജ് സൈഡിലേക്ക് അധികം പോവാറില്ല. പിന്നെ കഴിച്ചത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തിയുടെ സ്വഭാവം. എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെ ഓർഡർ ചെയ്തോട്ടെ. മറ്റേ സോക്കോൾഡ് മലയാളികൾ എങ്ങനെ കുറെ മെനു നോക്കിയാലും ബിരിയാണി ആ സാധനം എനിക്കുണ്ട്. ഉണ്ടല്ലേ? ഞാൻ അത് പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് പോയി തായ് ഇഷ്ടപ്പെട്ട അത് തന്നെ അവിടെ പോയി ഓർഡർ ചെയ്തോണ്ടിരിക്കും. പിന്നെ അത് തന്നെ പറയും ആ സാധനം വേറൊരു ചേഞ്ച്. പണ്ട് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല ആയിരുന്നു എവിടെ പോയാലും. അവിടെയും വെജാലേ പനീർ? എവിടെ പോയാലും ഫ്രൈഡ് റൈസ് പനീർ ബട്ടർ മസാല. വെജിനോടാണ് താല്പര്യം കൂടുതൽ. കുക്ക് ചെയ്യോ? ഇടയ്ക്ക് കൊറോണ സമയം വന്നപ്പോ എന്തോ ഒരു ഇത് ഉണർന്ന് ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. അതെ, ആ സമയത്ത് ആ സംഭവം ആയിരുന്നല്ലോ. ബേക്ക് ചെയ്യും, പിന്നെ എഗ്ഗ് കറി ഉണ്ടാക്കുന്നു, ആരുടെയോ ബർത്ത്ഡേക്കൊക്കെ ഞാൻ തന്നെ എല്ലാം കുക്ക് ചെയ്ത് കൊടുക്കുന്നു. ചിക്കൻ, ബട്ടർ ചിക്കൻ, ഇതൊക്കെ യൂട്യൂബ് നോക്കി പരിപാടിയാണ്. ഏറ്റവും ഉണ്ടാക്കിയിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത ഡിഷ് എന്താ? ബട്ടർ ചിക്കൻ ആണെന്ന് തോന്നുന്നു. ബട്ടർ ചിക്കനും റൊട്ടി അതാ ഉണ്ടാക്കിയ.